ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ടായ റംബുട്ടാനാണ്. ഇന്ന് ഒരുപാട് കിട്ടിയിരുന്നു, നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം ഇത് ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് കിട്ടി. അപ്പോൾ ഇതിനൊരു പുളിയും മധുരവും എല്ലാം കൂടെ കലർന്ന ഒരു റംബുട്ടാനാണ്. എന്നാൽ വരിക്കയുമാണ് കൂഴയുമാണ്, അങ്ങനത്തെ ഒരു രീതിയിലുള്ള റംബുട്ടാനാണ്. അപ്പോൾ ഇത് ഒരടിപൊളി ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അല്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ റംബുട്ടാൻ തോട് കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ എടുത്ത് ഒരു പാത്രത്തിൽ നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലെണ്ണ, വെളിച്ചെണ്ണ. പക്ഷേ ഞാനിപ്പോൾ കുക്കിംഗ് ഓയിലാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ കടുക് താളിക്കും. കടുക് താളിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അടങ്ങുന്ന ആ കൂട്ടങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അത് എല്ലാ അച്ചാറിനും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിനും ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റംബുട്ടാൻ ഗുണത്തേക്കാൾ ഏറെ ദോഷവും ചെയ്യും അല്ലേ. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ കെയർ ചെയ്ത് മാത്രമേ കൊടുക്കാവൂ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കുരു തൊണ്ടയിൽ കുരുങ്ങി കുട്ടി മരിക്കാനിടയായി. ഈ അടുത്തിടയിലും ഉണ്ടായ സംഭവമാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അത് കട്ട് ചെയ്ത് നമ്മൾ വേറെ കൊടുക്കുക, പ്രത്യേകം അത് ശ്രദ്ധിക്കണം. വലിയവർക്ക് വലിയ കുഴപ്പമില്ല, അറിയാവുന്ന കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല ഐറ്റംസ് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പിരിയമുളകിൻ്റെ പൊടിയാണ്, അത് ഒരു 3 അവരോട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് കായപ്പൊടി, ഉലുവാപ്പൊടി, ഇങ്ങനെ ഒരു അച്ചാറിന് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം ഉപയോഗിക്കാം. പക്ഷേ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം പൊടികളൊക്കെ ഒന്നിട്ട് അല്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്, ചൂടുവെള്ളം. അത് എന്തിനാണെന്ന് വെച്ചാൽ അല്പം ചാറ് വേണം, ഇവിടെ അതാണ് ഇഷ്ടം. പക്ഷേ ചാറ് ഒട്ടും വേണ്ടാത്തവർക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. വിനീഗർ ഒഴിക്കുമ്പോൾ അല്പം ഇതായിട്ട് കിട്ടുമല്ലോ. പക്ഷേ ഇവിടെ കുറച്ച് ചാറ് വേണമെന്നുള്ളൊരു ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു. നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയണം. എന്നിട്ട് വേണം നമുക്ക് ആ അടുത്ത ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർക്കാൻ. അപ്പോൾ ഉലുവാപ്പൊടി ഇതിനിടയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അല്പം വിനീഗറും കൂടെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ റംബുട്ടാൻ നന്നായിട്ട് യോജിപ്പിച്ചു. പക്ഷേ അതിൽ അല്പം അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഞാനത് പിന്നെ മറ്റേ അരി ഊറ്റുന്ന ഇതിനകത്ത് വെച്ചിരുന്നതാണ്, പക്ഷേ അത് ശ്രദ്ധിച്ചില്ല ഞാൻ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് ആ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് യോജിക്കണം. എന്നിട്ട് പിന്നീട് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിരുന്നു, അല്പം പഞ്ചസാര. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഷുഗറൊക്കെ ഉള്ളവർ അത് അവോയ്ഡ് ചെയ്യാം. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചേർത്തത്. സൂപ്പർ രുചിയാണ്, ഞാൻ വെറുതെ പറയുകയല്ല. ഇപ്പോൾ തന്നെ എടുത്ത് കഴിച്ചപ്പോൾ, ചാറോട് കൂടി എടുത്ത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ. ഇത് ഒരു ദിവസം ഒന്ന് വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് എല്ലാം പിടിച്ച് നല്ല മിക്സായി കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഞാനതെല്ലാം ഒന്ന് യോജിപ്പിച്ചൊരു പാത്രത്തിലേക്ക് 4-5 എടുത്തു. പക്ഷേ സൂപ്പറായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.